വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 5ാമത്തെ പാഠം നമ്മളൊന്ന്. അതിൽ വരുന്നൊരു ഭാഗമാണ് ചെടി നമ്മോട് പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ 3ാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. മുകളിൽ ഐ ബട്ടണായിട്ട് പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ചെടി നമ്മോട് പറയുന്നത് നമുക്ക് വായിക്കാം. നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതും താഴെ കൊടുത്തിരിക്കുന്നു. വായിക്കൂ. നമുക്ക് വായിച്ചു നോക്കിയാലോ. നോക്കിയേ, കുട്ടികൾ എഴുതിയിരിക്കുന്നതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഗോത്ര വിഭാഗക്കാരായ കുട്ടികൾ. അതിന്റെ മലയാളത്തിലുള്ള തർജ്ജിമയും കൊടുത്തിട്ടുണ്ട്. ഗൂസ് കൈ നീട്ടത്, കുട്ടി കൈ നീട്ടി. ചെടി സങ്കട വന്ന് ഏന്തത്, ചെടി സങ്കടപ്പെട്ടു എന്തേ. ജേനിക്കുന്നി വരുതല്, തേനീച്ച വരുമ്പോൾ ഞാന് എന്തേള് കേളും, ഞാൻ എന്തു പറയും. ബണ്ട് വരുതല്, ശലഭം വരുമ്പോൾ ഞാന് എന്തേള് കേളും, ഞാൻ എന്തു പറയും. പക്കി വരുതല്, കുരുവി വരുമ്പോൾ ഞാന് എന്തേള് കേളും, ഞാൻ എന്തു പറയും. ഗൂസ് ചെടിക്ക്, കുട്ടി ചെടിക്ക് ഒരു മുത്തു കൊണ്ടത്, ഒരു മുത്തം കൊടുത്തു. അപ്പൊ എന്താണ് പറയുന്നത്? ചില വാക്കുകൾക്ക് മലയാളം വാക്കിനോട് സാമ്യമുണ്ട്, ചിലതൊന്നും സാമ്യമില്ലാത്ത വാക്കുകളാണ് അല്ലേ. ഗൂസ് എന്നാൽ കുട്ടി, സങ്കടപന്ത് സങ്കടപ്പെട്ടു, ഏന്തത് എന്തേ, ജേനുകുന്നി തേനീച്ച, വരുതല് വരുമ്പോൾ, ബണ്ട് ശലഭം, ഞാന് എന്നാൽ ഞാൻ തന്നെയാണ്, എന്തേള് കേളും എന്തു പറയും, പക്കി എന്നാൽ കുരുവി, വരുതല് വരുമ്പോൾ. ഗൂസ് നേരത്തെ പറഞ്ഞു കുട്ടി എന്നാണ് അർത്ഥം. ഒന്ന് മുത്ത്, ഒരു മുത്തം, കൊണ്ടത് കൊടുത്തു. നമ്മൾ റൊട്ടി എന്ന പാഠഭാഗം പഠിച്ചപ്പോൾ തന്നെ ചെടിക്ക് മുദ്ദ കൊണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മുദ്ദ് എന്നാൽ മുത്തം എന്ന് പറഞ്ഞു തന്നായിരുന്നു, കൊണ്ടത് എന്നാൽ കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ കുട്ടി പൂ പറിക്കാൻ കൈനീട്ടിയപ്പോൾ ചെടി സങ്കടപ്പെട്ടു. എന്തെന്ന് ചോദിച്ചപ്പോൾ തേനീച്ചയും ശലഭവും കുരുവിയും വരുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് ചെടി ചോദിച്ചു. അത് കേട്ട കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നുകയും ചെടിക്കൊരു മുത്തം ഉമ്മ കൊടുക്കുകയും ചെയ്തു. അതാണ് രചനയിൽ പറയുന്നത്. നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ നോക്കാം. 2 രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്തൂ. സാമ്യവും വ്യത്യാസവും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊന്ന് എഴുതിയാലോ. നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാർ സംസാരിക്കുന്ന ഭാഷയും മലയാള ഭാഷയും തമ്മിൽ സാമ്യതകളും വ്യത്യാസങ്ങളും ഉണ്ട്. അവരുടെ ഭാഷ വ്യത്യസ്തമാണെങ്കിലും ചില വാക്കുകൾ മലയാളത്തിലെ വാക്കുകൾക്ക് സാമ്യമാണ്. 2 രചനകളിലും സാമ്യമുള്ള വാക്കുകൾ കൈ, ചെടി, സങ്കടം, ഞാന് എന്നിവയാണ്. വ്യത്യാസമുള്ള വാക്ക് ഗൂസ് എന്നത് കുട്ടി എന്നാണ് അർത്ഥം. അതുപോലെ നീട്ടത് എന്നാൽ നീട്ടി എന്നാണ് അർത്ഥം. എന്നാൽ സങ്കടവന്ത് എന്നതാണ് സങ്കടപ്പെട്ടു എന്നതിനർത്ഥം. എന്തേ എന്ന് ചോദിക്കുന്നത് അവരുടെ ഭാഷയിൽ ഏന്തത് എന്നാണ്. ജേനുകുന്നി വരുതല് എന്നാൽ തേനീച്ച വരുന്നത് എന്നാണ് അർത്ഥം. എന്തേള് കേളും എന്നാൽ എന്തു പറയും എന്നാണ് അർത്ഥം. ബണ്ട് വന്നാൽ എന്നാൽ ശലഭം വന്നാൽ. വരുതല് എന്നാൽ വരുമ്പോൾ. പക്കി എന്നാൽ കുരുവി. അതുപോലെ മുദ്ദ് എന്നാൽ മുത്തം എന്നും കൊണ്ടത് എന്നാൽ കൊടുത്തു എന്നുമാണ് അർത്ഥം. അപ്പോൾ സാമ്യവും വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. കുട്ടി കൈ നീട്ടിയത് എന്തിനായിരിക്കും? പൂവ് പറിക്കാനാണ് കുട്ടി കൈ നീട്ടിയത്. ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ? ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ എന്നാണ് രചനയിൽ പറയുന്നത്. കവിതയിലെ ചെടി പറയുന്നത് പൂവ് പറിക്കുവാനുള്ളതല്ല, പകരം അത് ശലഭത്തിനും കുരുവിക്കും തേനീച്ചയ്ക്കുമെല്ലാം അവകാശപ്പെട്ടതാണെന്നാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. പൂവിനെ ആശ്രയിച്ച് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് പൂവ് ആർക്കാണ് അവകാശം? പൂവിന്റെ അവകാശികൾ ആരൊക്കെയാണ്? ശലഭവും കുരുവിയും തേനീച്ചയും എല്ലാമാണ്. അടുത്ത ചോദ്യം നോക്കൂ. കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണമെന്ത്? കുട്ടി പൂവ് പറിക്കാൻ ചെന്നപ്പോൾ ചെടി സങ്കടപ്പെട്ടു. എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് കുട്ടി ചെടിയോട് ചോദിച്ചു. പൂമ്പാറ്റയും വണ്ടും കുരുവിയും തേനീച്ചയും ഒക്കെ തേൻ കുടിക്കാൻ വരുമ്പോൾ എന്ത് പറയുമെന്നോർത്താണ് ചെടി സങ്കടപ്പെട്ടത്. തേനീച്ചയ്ക്കും കുരുവിക്കും ചിത്രശലഭത്തിനുമെല്ലാം ആഹാരം നൽകുന്നത് ചെടിയാണെന്നറിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നി. ചെടിയുടെ സങ്കടം മാറ്റാൻ കുട്ടി ചെടിക്ക് മുത്തം കൊടുത്തു.
അടുത്ത ചോദ്യം നോക്കൂ. ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? കവിതയിലെ ചെടിയുടെ വാക്കുകൾ പൂവ് പറിക്കാനുള്ളതല്ല, പകരം മറ്റു പലർക്കും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി തരുന്നു. തേനീച്ചയ്ക്കും കുരുവിക്കും തുമ്പിക്കുമെല്ലാം ആഹാരം കൊടുക്കുന്നത് ചെടിയാണ്. പൂവിലെ തേനും പൂമ്പൊടിയുമാണ് അവരുടെ ഭക്ഷണം. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതിലാണ് ചെടി സന്തോഷം കണ്ടെത്തുന്നത്. അതാണ് ചെടി നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അടുത്ത ചോദ്യം നോക്കൂ. ഈ കവിതയ്ക്ക് തലക്കെട്ട് നൽകൂ. യോജിച്ച തലക്കെട്ടുകൾ നിങ്ങൾക്ക് എഴുതാം. ചെടിക്ക് കുട്ടിയുടെ സ്നേഹമുത്തം, ചെടിയും കുട്ടിയും, ചെടിക്ക് മുത്തുകൊണ്ടത്, അതൊക്കെ എഴുതാം. അടുത്ത ചോദ്യം, ടീച്ചർ ഒരു ചെറു സിനിമ കാണിച്ചു തന്നല്ലോ. സ്വാതന്ത്ര്യത്തെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി എന്തൊക്കെ പറയാൻ കഴിയും? ടീച്ചർ സിനിമ കാണിച്ചു തരും, അത് വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലേ? പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ടീച്ചർ കാണിച്ചു തരുന്ന ചെറു സിനിമ കണ്ട ശേഷം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതാൻ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ, ചിത്രം നോക്കൂ. പൂ പറിക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാവും? എഴുതൂ. കണ്ടോ, ആനയെ പാപ്പാന്മാർ ഉപദ്രവിക്കുന്നതൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാം. അപ്പൊ ആന എന്തൊക്കെയാകും നമ്മളോട് പറയുന്നത്? അതാണ് നമ്മൾ എഴുതേണ്ടത്. ആന പറയുന്നത് നമുക്ക് എഴുതാം. കാട്ടിലാണ് ഞാൻ ജനിച്ചത്, കാടാണ് എന്റെ വീട്, അവിടുത്തെ കാലാവസ്ഥയും മരങ്ങളും പഴങ്ങളും ഒക്കെയാണ് എനിക്കിഷ്ടം. അവിടെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം സഞ്ചരിക്കാം, കാട്ടരുവിൽ നിന്ന് വെള്ളം കുടിക്കാം, നീന്തി കളിക്കാം, കുളിക്കാം, ആരും നിയന്ത്രിക്കാനില്ല. അവിടെ നിന്ന് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് തല്ലിയും ചങ്ങലക്കിട്ടും ഉപദ്രവിക്കുകയാണ്. ചുട്ടുകൊള്ളുന്ന വെയിലിലും ചൂടുകൊണ്ടു കൊള്ളുന്ന ടാറിലും കോൺക്രീറ്റിലുമൊക്കെ ചവിട്ടി നടന്ന് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ജോലി എളുപ്പമാക്കുമ്പോഴും എന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. എനിക്കും ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയൊക്കെ ആവാം ആന പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എഴുതാം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായി കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.